ഹായ്. ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക് വളരെ സിമ്പിൾ ആൻഡ് ബേസിക് ആയിട്ടുള്ള കാര്യമാണ്, പക്ഷേ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫങ്ഷനാലിറ്റിയാണ്. അതായത് നമുക്ക് ഒരു കസ്റ്റമർ അല്ലെങ്കിൽ വെൻഡർ, സപ്ലയർക്ക് പകരം നമുക്ക് ഒഡോൻ്റെ ടെർമിനോളജി അനുസരിച്ച് വെൻഡർ എന്നാണ് പറയുന്നത്. കസ്റ്റമർ എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം പുതിയതായിട്ട്, അല്ലെങ്കിൽ വെൻഡർ എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം, അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഡീറ്റെയിൽസ് എങ്ങനെ കൊടുക്കാം എന്നുള്ളതാണ്. അപ്പോൾ ഇതിൽ നമുക്ക് ഫസ്റ്റ് കസ്റ്റമർ ക്രിയേഷൻ ആണെങ്കിൽ സെയിൽസിൻ്റെ മൊഡ്യൂൾ, അതേപോലെ തന്നെ അക്കൗണ്ടിങ് മൊഡ്യൂൾ, ഈ രണ്ട് മൊഡ്യൂൾ ത്രൂ നമുക്ക് കസ്റ്റമേഴ്സിനെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അതേപോലെ പർച്ചേസ് മൊഡ്യൂളും അക്കൗണ്ടിങ് മൊഡ്യൂൾ ത്രൂ വെൻഡറിനെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അത് അല്ല എന്നുണ്ടെങ്കിൽ നമുക്കിവിടെ ജസ്റ്റ് കസ്റ്റമേഴ്സ് എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ കണ്ടോ, സെയിൽസിൽ കസ്റ്റമേഴ്സ് ഉണ്ട്, അതേപോലെ അക്കൗണ്ടിങ്ങിൽ കസ്റ്റമേഴ്സ് ഉണ്ട്. രണ്ട് ത്രൂ ക്രിയേറ്റ് ചെയ്യാം. ഇവിടുന്ന് ഡയറക്റ്റ് നമുക്ക് ആ കസ്റ്റമേഴ്സിൻ്റെ വിൻഡോയിലേക്ക് പോവാം. ഇനി അതല്ല എന്നുണ്ടെങ്കിൽ സെയിൽസിൽ പോയിട്ട് ഓർഡേഴ്സിൽ കസ്റ്റമേഴ്സ് എടുക്കാം. രണ്ടും സെയിം സ്ക്രീൻ തന്നെയാണ്. അപ്പോൾ ഇവിടെ ഡയറക്റ്റ് സെർച്ച് ചെയ്യുന്നതാണെങ്കിൽ ഡയറക്റ്റ് ആ കസ്റ്റമർ സ്ക്രീനിൽ കാണും. കസ്റ്റമർ സ്ക്രീനിൽ എത്തിക്കഴിഞ്ഞാൽ ഇവിടെ ഓൾറെഡി ഉള്ള കസ്റ്റമേഴ്സിനെ ഇവിടെ ലിസ്റ്റ് ചെയ്ത് കാണിക്കും. ഇതാണ് ലിസ്റ്റ് വ്യൂ ആൻഡ് ദിസ് ഈസ് കൻബൻ വ്യൂ. പുതിയൊരു കസ്റ്റമർ ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ ന്യൂ കൊടുക്കാം. ന്യൂ കൊടുക്കുന്ന സമയത്ത് നമുക്കിവിടെ കസ്റ്റമർ രണ്ട് ടൈപ്പ് ഉണ്ട്, പേഴ്സൺ ഉണ്ട്, കമ്പനി ഉണ്ട്. പേഴ്സൺ നോർമലി ഇൻഡിവിജ്വൽ ആയിരിക്കും, കമ്പനി എന്നുള്ളത് കോർപ്പറേറ്റ്. ഇപ്പോൾ കമ്പനിയാണോ പേഴ്സൺ ആണെന്ന് കൊടുക്കുക. പേഴ്സൺ ആണ് സെലക്ട് ചെയ്യുന്നതെങ്കിൽ നമുക്കിവിടെ ഒരു ഫീൽഡ് എക്സ്ട്രാ വന്നിട്ടുണ്ട്, അയാൾ ഏത് കമ്പനിയുടെ അണ്ടറിലാണെന്നുള്ള കൊടുക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ കമ്പനി ആണെങ്കിൽ നോർമൽ ഡീറ്റെയിൽസ് വരും. അപ്പോൾ ഞാനൊരു കമ്പനി ABC എന്ന് പറഞ്ഞൊരു കമ്പനി ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ ഇവിടെ ഞാൻ നെയിം കൊടുത്തു ABC കമ്പനി. അപ്പോൾ ഒഡോയിലുള്ളൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ വേൾഡ് വൈഡിലുള്ള ഡാറ്റാബേസ്, പല ഡാറ്റാബേസ് ഉണ്ട്. ഇതിൽ DNB എന്ന് പറയും, ഡൺ ആൻഡ് ബ്രോഡ്കാസ്റ്റ്. അവരുടെ ലിസ്റ്റിൽ നിന്നാണ് ഈ ഡാറ്റ എടുത്ത് കാണിക്കുന്നത്. ഇപ്പോൾ നമുക്കിപ്പം നോൺ കമ്പനീസൊക്കെ ആണെങ്കിൽ ഓട്ടോമാറ്റിക്കലി ഇപ്പോൾ ഞാനിപ്പം മാക്കിൻസൺ എന്ന് പറഞ്ഞൊരു കമ്പനി സെർച്ച് ചെയ്യണം. മാക്കിൻസൺ സെർച്ച് ചെയ്യുമ്പം അതിൽ ഇതുണ്ടോ, മാക്കിൻസൺ സ്റ്റാർ സൊല്യൂഷൻസ്, അതുപോലെ ടെക്നോളജീസ് പ്രൈവറ്റ് ലിമിറ്റഡ്, ദുബായിലുള്ള എവിടെയൊക്കെ ആ ഒരു പേരിൽ കമ്പനീസ് ഉണ്ടോ അതിനെ ഇതിൽ കാണിക്കും. നമുക്കത് സെലക്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ആ ഡീറ്റെയിൽസ് അവിടെ വരുന്നേ ഉള്ളൂ. എല്ലാ ഡീറ്റെയിൽസും വരില്ല, പബ്ലിക്കായിട്ട് അവൈലബിൾ ആയിട്ടുള്ള ഡീറ്റെയിൽസ് മാത്രം. അപ്പോൾ ഞാനിവിടെ ABC കമ്പനി എന്നുള്ളത് ആ ഒരു ഡാറ്റ എടുക്കുന്നില്ല, അതിന് പകരം ഞാൻ ABC കമ്പനിയിൽ നിന്ന് മാത്രം ക്രിയേറ്റ് ചെയ്യാം. പേര് കൊടുത്തു, അതുപോലെ ഇമെയിൽ, ഫോൺ നമ്പർ, അഡ്രസ്സുകൾ, സ്ട്രീറ്റ് 2, സിറ്റി, സ്റ്റേറ്റൊക്കെ പ്രീ ഡിഫൈൻഡ് ആയിട്ടുണ്ടാവും. അതുപോലെ കൺട്രി, ഈ കാര്യങ്ങളൊക്കെ ഫില്ല് ചെയ്യുക. പിന്നെ അവരുടെ VAT നമ്പർ, ടാക്സ് ID, ഇന്ത്യയിലാണ് GST, ആ കാര്യങ്ങൾ കൊടുക്കാം. വെബ്സൈറ്റ്, ലാംഗ്വേജ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. ഈ ടാഗ് എന്ന് പറയുന്നത് നമുക്കിപ്പോൾ ആ ഒരു കസ്റ്റമറെ പ്രോപ്പറായിട്ട് ട്രാക്ക് ചെയ്യണം, അല്ലെങ്കിൽ റിപ്പോർട്ടിങ്ങിനൊക്കെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ടാഗ്. ഇത്രയും കൊടുത്തു കഴിഞ്ഞാൽ എനിക്ക് സേവ് ചെയ്യാം. സേവ് ചെയ്ത് കഴിഞ്ഞാൽ കസ്റ്റമർ ക്രിയേറ്റ് ആയി, അവരുടെ ലോഗോ കൊണ്ട് നമുക്കിവിടെ കൊടുക്കാൻ പറ്റും. പിന്നെ അതിൽ കൂടുതലായിട്ട് വരുന്ന ഡീറ്റെയിൽസ് എന്ന് പറയുന്നത് കോൺടാക്റ്റുകളുണ്ട്. ഇപ്പോൾ ഒരു കമ്പനീൻ്റെ അണ്ടറിൽ തന്നെ സെയിൽസ് മാനേജർ ഉണ്ടാവാം, പർച്ചേസ് മാനേജർ ഉണ്ടാവാം, അതുപോലെ അക്കൗണ്ടൻ്റ് ഉണ്ടാവാം, അല്ലെങ്കിൽ ആ കമ്പനിക്ക് മൾട്ടിപ്പിൾ ഡെലിവറി ലൊക്കേഷൻസ് ഉണ്ടാവാം, മൾട്ടിപ്പിൾ ഇൻവോയ്സ് അഡ്രസ്സുകൾ ഉണ്ടാവാം. അപ്പോൾ ബ്രാഞ്ചുകളൊക്കെ ഉള്ള കമ്പനിയാണെങ്കിൽ നമുക്ക് ആ ഒരു പല ബ്രാഞ്ചിലേക്കായിരിക്കും ചിലപ്പോൾ ഡെലിവറി ചെയ്യേണ്ടി വരിക, പല ബ്രാഞ്ചിലേക്ക് നമ്മൾ ഇൻവോയ്സ് ചെയ്യേണ്ടി വരും. അങ്ങനത്തെ കേസുകളൊക്കെ നമുക്ക് ഇവിടെ മാനേജ് ചെയ്യാൻ പറ്റും. അപ്പോൾ ABC എന്ന് പറഞ്ഞ കമ്പനി ക്രിയേറ്റ് ചെയ്തു. എനിക്കിപ്പോൾ ഇതിൽ ഒരാളെ ജോൺ എന്ന് പറഞ്ഞൊരു ആളുണ്ട് അവിടെ, അയാളൊരു പർച്ചേസ് മാനേജറാണ്. അപ്പോൾ അയാളെ ഡീറ്റെയിൽസിൽ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാനിവിടെ ജോൺ എന്ന് കൊടുത്തു, അയാളുടെ ഡീറ്റെയിൽസ് ഇമെയിൽ, ഫോൺ കൊടുത്തു, ടൈറ്റിൽ ജോബ് ടൈറ്റിൽ കൊടുത്തു, സേവ് ചെയ്തു. അപ്പം ഈ ജോൺ എന്ന് പറഞ്ഞ ആളെ നമ്മൾ ഈ ABC എന്ന് പറഞ്ഞ കമ്പനിയുടെ അണ്ടറിലേക്ക് ക്രിയേറ്റ് ചെയ്തു. അതുപോലെ തന്നെ ഈ കമ്പനിക്ക് ഒരു ഇൻവോയ്സ് അഡ്രസ്സ് ഉണ്ട്. ഞാനിപ്പോൾ ഇൻവോയ്സ് 2 എന്ന് പറഞ്ഞിട്ട് കൊടുക്കുകയാണ്. അങ്ങനെ ഒരു അഡ്രസ്സ് എനിക്ക് ആഡ് ചെയ്യാം. അതുപോലെ അവർക്ക് വേറെ ഡെലിവറി അഡ്രസ്സ് ഉണ്ടെങ്കിൽ എനിക്കിവിടെ ഡെലിവറി 2 എന്ന് പറഞ്ഞിട്ട് കൊടുക്കാം. അപ്പോൾ ഇങ്ങനെ മൾട്ടിപ്പിൾ ഡാറ്റ നമുക്ക് ആ കമ്പനീൻ്റെ അണ്ടറിലേക്ക് കൊണ്ടുവരാൻ പറ്റും. അപ്പോൾ ഇതൊക്കെ ഇപ്പോൾ ഇൻവോയ്സ്, അക്കൗണ്ടിങ് മൊഡ്യൂൾ ഇൻവോയ്സ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഈ ഒരു അഡ്രസ്സ് സെലക്ട് ചെയ്യാൻ പറ്റും. അതുപോലെ ഡെലിവറി ചെയ്യുന്ന സമയത്ത് ഈ അഡ്രസ്സ് സെലക്ട് ചെയ്യാൻ പറ്റും. ഇപ്പം കൊട്ടേഷനൊക്കെ കൊടുക്കുന്ന സമയത്താണെങ്കിൽ നമുക്ക് ഇയാളെ പേര് അറ്റൻഷനായിട്ടൊക്കെ കൊടുക്കാനുള്ള ഓപ്ഷനാണ്. അപ്പോൾ ഇങ്ങനെയാണ് ഒരു കസ്റ്റമർ ക്രിയേഷൻ്റെ കേസ് വരുന്നത്. പിന്നെ ഇതിൽ കുറച്ചും കൂടെ അഡ്വാൻസ് ഓപ്ഷൻസ് ഉണ്ട്. അതായത് സെയിൽസ് ആൻഡ് പർച്ചേസ് പോയി കഴിഞ്ഞാൽ ഇപ്പോൾ ഇതിപ്പോൾ സെയിൽസ് അല്ലേ, സെയിൽസിൻ്റെ സൈഡാണ് നോക്കേണ്ടത്. ഇപ്പോൾ ഒഡോനെ സംബന്ധിച്ചിടത്തോളം നമുക്കിപ്പോൾ ഒരു കസ്റ്റമർ അല്ലെങ്കിൽ ഒരു വെൻഡറെ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ സെയിം കസ്റ്റമർ അല്ലെങ്കിൽ വെൻഡറെ രണ്ടായിട്ട് ട്രീറ്റ് ചെയ്യാൻ പറ്റും, എയ്തർ കസ്റ്റമർ ഓർ വെൻഡർ. അതുകൊണ്ടാണ് ഇവിടെ സെയിൽസ് ആൻഡ് പർച്ചേസിൻ്റെ രണ്ട് ടാബും കൂടെ കാണിക്കുന്നത്. ഇത് പല ആൾക്കാർക്കും ഉണ്ടാകുന്ന കൺഫ്യൂഷൻ ആയിരിക്കും, ഇത് കസ്റ്റമർ അല്ലേ പിന്നെ ഇതിനാ പർച്ചേസിൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ കാണിക്കുന്നത് എന്നുള്ളത്. അപ്പോൾ നമുക്കിപ്പോൾ ഒരു കസ്റ്റമർ ഉണ്ട്, ആ കസ്റ്റമറുടെ അടുത്ത് നമ്മൾ പർച്ചേസ് ചെയ്യുന്നുണ്ടെങ്കിൽ ടിപ്പിക്കലി നമ്മുടെ ഒരാൾ കസ്റ്റമറുമാണ് സപ്ലയറുമാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് സിംഗിൾ അക്കൗണ്ട് മതി, രണ്ട് അക്കൗണ്ട് ആവശ്യമില്ല. അപ്പോൾ അവരുടെ സ്റ്റേറ്റ്മെൻ്റ് ഒക്കെ എടുക്കുമ്പോൾ നമുക്ക് സിംഗിൾ സ്റ്റേറ്റ്മെൻറ്റ് എടുത്താൽ മതി. ഇവിടെ നമുക്ക് സെയിൽസ് പേഴ്സൺ അസൈൻ ചെയ്ത് കൊടുക്കാം. അപ്പം ട്രേഡിംഗ് കമ്പനീസിലൊക്കെ ആണെങ്കിൽ ഇപ്പോൾ ഓരോ കസ്റ്റമറും ഒരു സെയിൽസ് പേഴ്സൺ റെസ്പോൺസിബിൾ ആയിരിക്കും, അവരുടെ അവരുടെ റെസീവബിൾസും അതുപോലെ അവരുടെ കമ്മീഷൻസ് കാര്യങ്ങളൊക്കെ നോക്കാൻ വേണ്ടി. അപ്പോൾ ആ ഒരു കസ്റ്റമർ അണ്ടറിൽ നമുക്ക് സെയിൽസ് പേഴ്സൺ അസൈൻ ചെയ്ത് കൊടുക്കാം. അവരുടെ പേയ്മെൻറ്റ് ടേംസ്, ക്യാഷ് പേയ്മെൻറ്റ് ആണോ ക്രെഡിറ്റ് ആണോ എന്നുള്ളത് കൊടുക്കാം, പേയ്മെൻറ്റ് മെത്തേഡ്,
അതുപോലെ പ്രൈസ് ലിസ്റ്റുകൾ. ഈ പ്രൈസ് ലിസ്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമുക്ക് ഒരു വേറെ തന്നെ വീഡിയോ ആക്കിയിട്ട് ചെയ്യാം. നമുക്ക് പല ടൈപ്പ് ഓഫ് കസ്റ്റമേഴ്സ് ഉണ്ടാകും. ഇപ്പം റെഗുലർ ആയിട്ടുള്ള കസ്റ്റമേഴ്സ് ഉണ്ടാവാം, അതുപോലെ ഹോൾസെയിൽ കസ്റ്റമേഴ്സ് ഉണ്ടാകും. അവർക്കൊക്കെ വേറെ വേറെ പ്രൈസിങ് നമുക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ ഒരു കസ്റ്റമർ എന്ത് ടൈപ്പാണെന്നുള്ളത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഫിസിക്കൽ പൊസിഷൻ എന്നൊരു ഓപ്ഷൻ ഉണ്ട്. ഇത് അക്കൗണ്ട്സൊക്കെ ആയിട്ട് കണക്ട് ചെയ്ത് നിൽക്കുന്നതാണ്. നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പിന്നെ ഡിസ്കസ് ചെയ്യാം. ദെൻ അക്കൗണ്ടിങ്ങിലേക്ക് വന്നു കഴിഞ്ഞാൽ അവിടെ റിസീവബിൾ അക്കൗണ്ട്, പേയബിൾ അക്കൗണ്ട്, അതുപോലെ തന്നെ ബാങ്ക്, ഏത് ബാങ്കാണ് അവരുടേത്, പിന്നെ ഇൻവോയ്സിങ്. ഇത് ഈ കസ്റ്റമർ ഇൻവോയ്സിങ്ങിൽ ഇൻവോയ്സ് എൻഡിങ്, ഇൻവോയ്സ് ഫോർമാറ്റൊക്കെ പല രാജ്യങ്ങളും, ഇപ്പോൾ ഇന്ത്യയിലാണ് GST, അതുപോലെ തന്നെ സൗദിയിലാണ് ഇൻവോയ്സിങ് phase 1 ആൻഡ് phase 2 അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. പല യൂറോപ്യൻ കൺട്രീസിലൊക്കെ ആണെങ്കിൽ പല രീതിയിലുള്ള ഇൻവോയ്സിങ് പ്രൊസീജിയേഴ്സ് ഉണ്ട് ഗവൺമെൻറ്റൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടുള്ള. അതിനൊക്കെ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് ഇതിലുള്ളത്. പിന്നെ അവരുടെ ഫോളോ അപ്പിൻ്റെ കാര്യങ്ങൾ, റിമൈൻഡർ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ്. പിന്നെ നോട്ട്സ് ഉണ്ട്. അപ്പോൾ ഓവറോൾ ഇങ്ങനെയാണ് കസ്റ്റമേഴ്സിൻ്റെ ഡാറ്റ കസ്റ്റമർ ഡാറ്റ ക്രിയേറ്റ് ചെയ്യുന്നതും അവരുടെ ഡീറ്റെയിൽസ് കൊടുക്കുന്നത്. ദെൻ ഇതേപോലെ തന്നെ നമുക്ക് പർച്ചേസിൽ വന്നു കഴിഞ്ഞാൽ ഓർഡേഴ്സിൽ വെൻഡേഴ്സ് എടുത്തു കഴിഞ്ഞാൽ വെൻഡറേയും ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഇതിൽ വ്യത്യാസമൊന്നുമില്ല. ആകെയുള്ള വ്യത്യാസം ഞാനിവിടെ XYZ കമ്പനി എന്ന് കൊടുത്തു കഴിഞ്ഞാൽ പേര് കൊടുക്കുന്നു. ബാക്കി എല്ലാ ഫീൽഡുകളും ആസ് ഇറ്റ് ഈസ്. സെയിൽസ് ആൻഡ് പർച്ചേസിൽ വരുമ്പോൾ ഇവിടെ നമുക്ക് പർച്ചേസിൻ്റെ സൈഡിലാണ് ഡാറ്റ ഫില്ല് ചെയ്യാം. ഈ ഒരു കമ്പനി നമ്മുടെ വെൻഡർ മാത്രമാണെങ്കിൽ, ഇപ്പോൾ ഗ്രൂപ്പ് RFQ എന്ന് പറഞ്ഞ ലേറ്റസ്റ്റ് ഫീച്ചർ ഉണ്ട്. ഇത് ഓഡോ 90 വന്നതാണ്. ഇതിൻ്റെ ഒരു വീഡിയോ നമുക്ക് ചെയ്യാം. ആ സമയത്ത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തു തരാം. പിന്നെ ബയർ ആരാണ്, ഈ ഒരു സപ്ലയറുമായിട്ട് കോൺടാക്ട് ചെയ്യുന്ന ബയർ ആരാണ്, സെയിൽസ് പേഴ്സണിനെ പോലെ തന്നെ ബയർ. ദെൻ പേയ്മെൻറ്റ് ടേംസ്, അതുപോലെ പേയ്മെൻറ്റ് മെത്തേഡ്, ബാക്കിയുള്ള ഡീറ്റെയിൽസുകൾ, ഈ കമ്പനി എന്ത് ഇൻഡസ്ട്രി ആണെന്നൊക്കെ ഉള്ളത്. അപ്പോൾ ഇങ്ങനെയാണ് കസ്റ്റമറേയും അതുപോലെ തന്നെ വെൻഡറേയും ക്രിയേറ്റ് ചെയ്യുന്നത്. ഈ ഇപ്പോൾ പർച്ചേസിൽ സെയിൽസിന് പോയിട്ടാണ് ഞാൻ ചെയ്തത്. ഇനി അക്കൗണ്ടിങ്ങിൽ പോവുകയാണെങ്കിൽ അവിടെയും കസ്റ്റമേഴ്സ് അതുപോലെ വെൻഡേഴ്സിൻ്റെ ഓപ്ഷൻസ് ഉണ്ട്. ഇവിടെ നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. അതേപോലെ നമുക്കിത് ഇപ്പോൾ കസ്റ്റമേഴ്സിൻ്റെ ലിസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ അവരെ ഗ്രൂപ്പ് ചെയ്യാനും അങ്ങനത്തെ കാര്യങ്ങളും ഓപ്ഷൻസൊക്കെ ഉണ്ട്. ഇനിയിപ്പോൾ ഇതൊരു ഇൻഡിവിജ്വൽ കസ്റ്റമർ ആണെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ന്യൂ കൊടുത്തിട്ട് നമ്മൾ ഇൻഡിവിജ്വൽ കൊടുക്കുന്നു, ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഇവിടെ ഫില്ല് ചെയ്ത് കൊടുക്കുന്നു. ബാക്കിയൊക്കെ സെയിം തന്നെയാണ്. ഓക്കെ, താങ്ക് യു.